സോ നമ്മൾ ഫ്ലൂയിഡ് ഫ്ലോ എന്ന സെക്ഷനാണ് ഇവിടെ നോക്കാൻ പോകുന്നത്. സോ ഫ്ലൂയിഡ് ഫ്ലോയിലെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ പ്രോബ്ലം നമുക്ക് നോക്കാം. എ മോഡൽ എയർപ്ലെയിൻ ഇൻ എ മോഡൽ എയർപ്ലെയിൻ എയർ സ്ട്രീം അക്രോസ് ദ വിങ് ഓഫ് ഏരിയ 3 മീറ്റർ സ്ക്വയർ. അതായത് ഒരു മോഡൽ എയർപ്ലെയിൻ ഉണ്ട്, അതിൻ്റെ വിങ്സിലൂടെ ഒരു എയർ സ്ട്രീം പ്രൊഡ്യൂസ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. സോ വിങ്സിലൂടെ എയർ സ്ട്രീം പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ആ വിങ്ങിൻ്റെ ഏരിയ എന്ന് പറയുന്നത് 3 മീറ്റർ സ്ക്വയർ. അതായത് എയർ അതിലൂടെ പാസ് ചെയ്യുന്നുണ്ട്, വിങ്ങിൻ്റെ സർഫസിലൂടെ പാസ് ചെയ്ത് പോകുന്നുണ്ട്. ദ ഫ്ലോ സ്പീഡ് ഓഫ് ദ അപ്പർ ആൻഡ് ലോവർ സർഫസസ് ഓഫ് ദ വിങ്സ്. എയറിൻ്റെ സ്പീഡ് വിങ്ങിൻ്റെ മുകളിലും താഴെയുള്ളതായിട്ട് 60 മീറ്റർ പെർ സെക്കൻഡും 40 മീറ്റർ സെക്കൻഡിലാണ് പോകുന്നത്. അപ്പോൾ വിങ്ങിൻ്റെ മുകളിലുള്ള ലിഫ്റ്റ് കണ്ടുപിടിക്കുകയാണ് നമ്മൾ പറയുന്നത്. വിങ്ങിൻ്റെ മുകളിൽ ലിഫ്റ്റ് എന്ന് പറഞ്ഞാൽ വിങ്ങിൻ്റെ മുകളിലുണ്ടാകുന്ന അപ്ത്രസ്റ്റ്, അപ്വേർഡ് ഫോഴ്സ് എത്രയാണ്. സോ നമുക്കറിയാം എയർ ഫോയിലിൻ്റെ കേസാണ് നമ്മളിവിടെ അപ്ലൈ ചെയ്യേണ്ടത്. സോ ബർണോള് സ്ഥിരം വെച്ചിട്ട് എയർ ഫോയിലിൻ്റെ കേസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. സോ എയർ ഫോയിലിൻ്റെ ഷേപ്പ് റഫ്ലി ഈ ഒരു ഷേപ്പുണ്ട്. താഴത്ത് ഫ്ലാറ്റാണ്, മുകളിൽ ഒരു കേർവ്ഡ് സർഫസാണ്. നിങ്ങളുടെ കേസിൽ എന്താ സംഭവിക്കുക? എയറിൻ്റെ സ്പീഡ് മുകളിൽ കൂടുതലും താഴത്ത് കുറവായിരിക്കും. സോ ദ ടോപ്പ് അപ്പർ സർഫസിലെ സ്പീഡ് 60 മീറ്റർ പെർ സെക്കൻഡും താഴത്തെ സർഫസിലെ സ്പീഡ് 45 മീറ്റർ പെർ സെക്കൻഡാണ്. സോ ദിസ് ഈസ് V1 ആൻഡ് ദിസ് ഈസ് ഗോയിങ് ടു ബി V2. ഇത് നമുക്കറിയാം. പിന്നെ വിങ്ങിൻ്റെ അത് തന്നിട്ടുള്ളത്, പിന്നെ വിങ്ങിൻ്റെ സർഫസ് ഏരിയ തന്നിട്ടുണ്ട്, വെലോസിറ്റി കണ്ടുപിടിച്ചിട്ടുണ്ട്, തന്നിട്ടുണ്ട്. സോ വിങ്ങിൻ്റെ സർഫസ് ഏരിയ എന്ന് ഉദ്ദേശിച്ചത് വിങ് എത്ര എക്സ്റ്റെൻഡ് ചെയ്യും. സോ വിങ് അങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ടാവും. സോ വാട്ട്സ് ദ ടോട്ടൽ സർഫസ് ഏരിയ ഓഫ് ദ വിങ്, ഇതാണ് വിങ്ങിൻ്റെ സർഫസ് ഏരിയ എന്ന് പറയുന്നത്. സോ ഇത് വിങ്ങിൻ്റെ ക്രോസ് സെക്ഷൻ ഇവിടെ നമ്മൾ കാണുന്നത്. സോ ടോട്ടൽ സർഫസ് ഏരിയ 3 മീറ്റർ സ്ക്വയർ ആണ് വിങ്ങിൻ്റെ സർഫസ് ഏരിയ എന്ന് പറയുന്നത്. സോ ദിസ് മേ ബി ഇങ്ങനെയായിരിക്കും പ്ലെയിൻ്റെ കോൺഫിഗറേഷൻ. സോ ഇതിൽ വിങ്ങിൻ്റെ സർഫസ് ഏരിയ എന്ന് പറയുമ്പോൾ ടോട്ടൽ വിങ് സർഫസ് ഏരിയ. സോ ഇതാണ് വിങ്ങിൻ്റെ സർഫസ് ഏരിയ എന്ന് പറയുന്നത്, ടോട്ടൽ ഫ്ലാറ്റ് ഏരിയൻ്റെ ഫ്ലാറ്റ് പോർഷൻ്റെ സർഫസ് ഏരിയ അത് 3 മീറ്റർ സ്ക്വയർ. ഇങ്ങനെയുള്ള കേസിൽ നമുക്കറിയാം ഇത് പ്രഷർ ഡിഫറൻസ് ബിറ്റ്വീൻ ടോപ്പ് ആൻഡ് ബോട്ടം, ദാറ്റ് ഈസ് ഇത് P2 എന്നിരിക്കട്ടെ, ഇത് P1 എന്നിരിക്കട്ടെ. ഇത് പ്രഷർ ഡിഫറൻസ് ബിറ്റ്വീൻ let it be P1 and this is P2. ഇത് തമ്മിലുള്ള പ്രഷർ ഡിഫറൻസ് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ദ പ്രഷർ ഡിഫറൻസ് ബിറ്റ്വീൻ ടോപ്പ് ആൻഡ് ബോട്ടം. ഇവിടെ എന്താ നമുക്ക് കാണാം, താഴത്ത് പ്രഷർ കൂടുതലായിരിക്കും. P2 ഈസ് ലാർജർ ദാൻ P1. അതുകൊണ്ടാണ് നമുക്ക് മുകളിലേക്കൊരു അപ് ത്രസ്റ്റ് കിട്ടുന്നത്. സോ യു ആർ ഗെറ്റിംഗ് അപ് ത്രസ്റ്റ്. എന്നിട്ട് നമുക്ക് പ്രഷർ ഡിഫറൻസ് അറിയെങ്കിൽ if you know the pressure difference P2 minus P1, then we can multiply with the surface area 3 meter square to find the up thrust. നമുക്കറിയാം. സോ pressure difference between top and bottom will be P2 minus P1, which is equal to D by 2 into V1 square minus V2 square. ഈ ഇക്വേഷൻ നമുക്ക് സ്റ്റാൻഡേർഡ് ഇക്വേഷൻ നമുക്കറിയാം. ഇവിടെ P2 എന്ന് പറയുന്നത് P2 is pressure below and P1 is pressure above the wing. Density of the air, that's the quantity, density of air, D is equal to 1.3 kg per meter cube. Hello, velocity of air on top surface, that's going to be equal to V1 equal to 60 meter per second. The velocity of the air at the bottom surface velocity കുറവും. So Vt is 45 meter per second. So pressure difference എന്ന് പറയുന്നത് P2 minus P1 is equal to, we can substitute in this equation. ഈ equation directly നമുക്ക് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തുകൊണ്ട് 1.3 into V1 60 square minus 45 squared. So we need a divide by 2. The equation divide by 2
value ഉണ്ട്. So if we evaluate this, we should be able to find the pressure difference. So if you evaluate this, then you should get a value like 1023 Pascal. So the pressure is going to be 1023 Pascal. Now what will be the lift on the wing is equal to area of the wing times P2 minus P1 എന്ന് ചെയ്യാം അല്ലേ. So area of the wing എത്ര വരും? That is 3 തന്നിട്ടുണ്ട്. Multiply with 1023, that's going to be equal to 3069 roughly Newton. So this is going to be your answer. Question number 2. Water flows through a pipe of internal diameter 2 cm with a velocity 1 meter per second. What should be the diameter of the nozzle if the water is to emerge out with velocity 8 meter per second? അത് നമ്മുടെ കയ്യിലൊരു പൈപ്പ് ഉണ്ട്. സോ അത് പൈപ്പിൻ്റെ ഡയമീറ്റർ എന്ന് പറയുന്നത് 2 സെൻറ്റിമീറ്ററാണ് ഇതിൻ്റെ ഡയമീറ്റർ. ഇതിലൂടെ പാസ് ചെയ്യുന്ന വെള്ളത്തിൻ്റെ സ്പീഡ് എന്ന് പറയുന്നത് 1 മീറ്റർ പെർ സെക്കൻഡാണ്. ഇവിടെ ചോദ്യം എന്ന് പറഞ്ഞാൽ ഈ ഒരു പൈപ്പിൻ്റെ എൻഡിൽ ഒരു നോസിൽ ഫിറ്റ് ചെയ്യണം. ഒരു നോസിൽ ഫിറ്റ് ചെയ്തിട്ട് ഇതിൻ്റെ ഡയമീറ്റർ കുറച്ച് കൊണ്ടുവന്നിട്ട് ഈ വഴി വെള്ളത്തിൻ്റെ സ്പീഡ്, ഇതിൽ നിന്ന് പുറത്ത് വരുന്ന വെള്ളത്തിൻ്റെ സ്പീഡ് 8 മീറ്റർ പെർ സെക്കൻഡായിട്ട് കൂട്ടണം. സോ you want to fit a nozzle such that the water comes out at 8 meter per second പുറത്തോട്ട് വരണം ഈ നോസിലൂടെ. വെള്ളത്തിൻ്റെ സ്പീഡ് കൂട്ടണം. സോ ദ ക്വസ്റ്റ്യൻ ഇസ് വാട്ട് ഷുഡ് ബി ദ ഡയമീറ്റർ അറ്റ് ദിസ് എൻഡ്. ഈ എൻഡിലുള്ള ഇതിൻ്റെ ഡയമീറ്റർ എത്രയായിരിക്കണം എന്നതാണ് ചോദ്യം. വാട്ട് ഷുഡ് ബി ദ ഡയമീറ്റർ. സോ ഇവിടെ നമുക്ക് ഈ ഒരു ഇങ്ങനെ ഒരു പ്രോബ്ലം വന്നാൽ ഇമ്മീഡിയറ്റ്ലി നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് വി ആർ ഡീലിംഗ് വിത്ത് ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി ഇക്വേഷൻ വെച്ചിട്ടാണ് ഈ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യേണ്ടത് എന്ന് ആദ്യം മനസ്സിലാക്കണം. സോ ഇഫ് വി ഹാവ് എ പൈപ്പ് ഓഫ് വേരിയബിൾ diameter, if area of cross section of this end is A1 and the velocity of the liquid is V1, and if area of cross section of second part is A2 and velocity is V2, then we should have the continuity. And the continuity equation says that A1 V1 and volume rate of flow is a constant through the pipe. The incompressible liquid around, we should have A1 V1 is equal to A2 V2. So this is going to be the rate of flow. നമുക്കറിയാം. സോ ഈ പൈപ്പിൻ്റെ ഡയമീറ്റർ തന്നിട്ടുണ്ടല്ലേ, ഒരു എൻഡിലുള്ള ഡയമീറ്റർ തന്നിട്ട് അടുത്ത എൻഡിലുള്ള ഡയമീറ്ററാണ് കണ്ടുപിടിക്കേണ്ടത്. സോ ലെറ്റ് ദ ഏരിയ നമുക്ക് ഇങ്ങനെ കിട്ടും. ആദ്യത്തെ എൻഡിൻ്റെ ഡയമീറ്റർ വന്നുകൊണ്ട് തന്നെ നമുക്കതിൻ്റെ ഏരിയ കണ്ടുപിടിക്കാം, വളരെ എളുപ്പമാണ്. ജസ്റ്റ് പൈ ആർ സ്ക്വയർ. റേഡിയസ് എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ഡയമീറ്റർ ഡിവൈഡ് ബൈ 2 വിച്ച് റേഡിയസ്. സോ ദാറ്റ് ഷുഡ് ബി പ്രിറ്റി സ്ട്രേറ്റ് ഫോർവേഡ്. അപ്പോൾ നമുക്ക് രണ്ടാമത്തെ എൻഡിലുള്ള വെലോസിറ്റി അറിയാം. സോ if A1 V1 are the velocity, area and velocity at the end one, and such that V1 is equal to 1 meter per second and A1 or another pi into d divided by 2 whole square. Diameter ആണ് ആ എൻഡിലുള്ള diameter, so that is going to be pi into 2 by 2 whole square. ഇതാണ് ഈ എൻഡിലുള്ള ഏരിയ എന്ന് പറയുന്നത്. ഫസ്റ്റ് end 1, this end 2. So end 2 V2 is 8 meter per second and we want to find out A2 or the diameter D2. ഇവിടെ നമുക്ക് D1 എന്ന് സ്പെസിഫൈ ചെയ്യാൻ വേണ്ടിയില്ല. സോ വി വാണ്ട് ടു ഫൈൻഡ് ഔട്ട് diameter at this end. So ഇത് നമുക്ക് എന്ത് ചെയ്യാം. സോ വി ക്യാൻ സിംപ്ലി റീറൈറ്റ് ദിസ് ഇക്വേഷൻ 1 നമുക്ക് A2 കണ്ടുപിടിക്കണം. സോ A2 is equal to A1 V1 divided by V2 അല്ലേ. സോ വി ക്യാൻ സിംപ്ലി A2 ആണ് കണ്ടുപിടിക്കേണ്ടത്. A2 ഏരിയ ക്രോസ് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ എൻഡിലുള്ള ഡയമീറ്ററും കണ്ടുപിടിക്കാം എളുപ്പത്തിൽ. സോ ദിസ് ഇസ് ഗോയിങ് ടു ബി ദ സ്റ്റാൻഡേർഡ് ഇക്വേഷൻ. സോ ഇവിടെ നമുക്ക് എല്ലാ വാല്യൂസും ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം. സോ വാട്ട് ഈസ് ഗോയിങ് ടു ബി ഇറ്റ്സ് A1 ഇൻറ്റു V1 ബൈ V2. V1 എത്ര തന്നിട്ടുള്ള V1 is given as 1 അല്ല. ആൻഡ് വാട്ട് അബൌട്ട് V2? ദാറ്റ് ഈസ് ഗോയിങ് ടു ബി 8 നമുക്കറിയാം. സോ A2 is going to be
1/8 of A1. So A2 എന്ന് പറഞ്ഞാൽ എത്ര? A2 is basically pi into d1 square by 2 ആണ്. So that is equal to A1 എത്ര വരിക? pi into so this is should be d2. d2 ആയിരിക്കണം. And A1 is going to be d1 square divided by whole square. So what we have is A2 is equal to A1 divided by 8 എന്ന് കിട്ടും. So what is A2? A2 is basically pi into d2 by 2 whole square. And what about A1? A1 is equal to pi into d1 divided by 2 whole square. D1 and d2 are diameters of this section, the section 1 and section 2. So d1 is equal to 2 centimeter. d2 ആണ് കണ്ടുപിടിക്കേണ്ടത്. So if you substitute this back into this equation, then what we get is A2 പകരം d2 by 2 whole square be equal to pi into d1 by 2 whole square into 1/8 എന്ന് കിട്ടും. ഇവിടെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ റൈറ്റ് ഹാൻഡ് സൈഡിൽ നോക്കാം. We have pi is common, so we can 2 ഇവിടെ common, so we can cancel off 2. So what you are left with is d2 square is equal to d1 square divided by 8 എന്ന് കിട്ടും അല്ലേ? Or in other words, what you have is d2 is equal to d1 square root and ഇപ്പുറം എടുക്കുക. So what you have is divided by 8 എന്ന് കിട്ടും. So what is d1? d1 എന്ന് പറഞ്ഞാൽ എത്ര വാല്യൂ വന്നിട്ടുള്ളത്? d1 is basically given as 2 centimeter അല്ലേ? d1 is given as 2 centimeter. So what you can write is, you can substitute for d1 as 2 divided by square root of 8. So what it's going to be is 707 centimeter. So this is going to be your solution. So narrow end in the diameter 2 centimeter എന്ന് 0.7 centimeter ആക്കി കുറച്ചാൽ മാത്രമേ നമുക്ക് ഇവിടുത്തെ വെലോസിറ്റി 8 meter per second കിട്ടുള്ളൂ. Problem number 3. Water is flowing at 3 meter per second in a horizontal pipe under pressure of 200 kilopascal. The pipe narrows to half its original diameter. What is the speed and pressure in the narrow section? അതായത് വെള്ളം ഒരു ഹൊറിസോണ്ടലായി കിടക്കുന്ന ഒരു പൈപ്പിലൂടെ ഒഴുകാണ്. ആൻഡ് ആ പൈപ്പിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ആ പൈപ്പിൻ്റെ ഡയമീറ്റർ കോൺസ്റ്റൻ്റ് അല്ല, ഒരു എൻഡിലുള്ള ഡയമീറ്റർ ദാറ്റ് ഈസ് ഹാഫ് ഇറ്റ്സ് ഒറിജിനൽ ഡയമീറ്റർ. അതായത് പൈപ്പ് ഒരു ഹൊറിസോണ്ടലായി കിടക്കുന്ന പൈപ്പാണ്. അത് ഡയമീറ്റർ എന്ന് പറഞ്ഞാൽ ഒരു എൻഡിലുള്ള ഡയമീറ്റർ ഇറ്റ്സ് ഗോയിങ് ടു ബി എ നാറോയിങ് ഡൈം ട്യൂബ്. അതായത് ഈ പൈപ്പിൻ്റെ ഡയമീറ്റർ മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. സോ ഒരു എൻഡിലുള്ള പൈപ്പിൻ്റെ ഡയമീറ്റർ എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഡയമീറ്റർ ആണ് പറയുന്നത്. സോ വി ക്യാൻ റൈറ്റ് റേഡിയസ് r1 and this side let it be r2. റേഡിയസ് r1 r2 എന്ന് പറയുന്നത് ഇറ്റ്സ് ഹാഫ് ഓഫ് r1. r2 എന്ന് പറയുന്നത് ഹാഫ് ഓഫ് r1 ആണ്. സോ ദാറ്റ് ഈസ് r2 ഈസ് ഈക്വൽ ടു r1 by 2. പകുതിയുള്ളൂ, ഇതിൻ്റെ പകുതിയുള്ളൂ ഈ എൻഡിൽ. ദാറ്റ് ഈസ് ആ ഡയമീറ്റർ അല്ലെങ്കിൽ നമുക്ക് റേഡിയസ് ആയിട്ട് എടുക്കാം. സോ ദാറ്റ് ഈസ് ഫസ്റ്റ് തിങ് അബൌട്ട് ദ പൈപ്പ്. പിന്നെന്താ പറയുന്നത്, ഈ എൻഡ് ഫ്ലോ ചെയ്യുമ്പോൾ ദാറ്റ് ഈസ് ഫ്ലോയിങ് വിത്ത് വെലോസിറ്റി v1 അറ്റ് ദിസ് സെൻറ്റേഴ്സ് 3 meter per second ഇവിടെയുള്ള വെലോസിറ്റി വെള്ളത്തിൻ്റെ. ആൻഡ് വാട്ട് അബൌട്ട് ദ വെലോസിറ്റി അറ്റ് ദിസ് എൻഡ്? സോ വി വോണ്ട് ടു ഫൈൻഡ് ഔട്ട് വാട്ട് ഇസ് ദ വെലോസിറ്റി അറ്റ് ദിസ് നാരോ എൻഡ്. നാരോ എൻഡിൽ വെലോസിറ്റി കൂടുന്നറിയാം. ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി വെച്ച് നമുക്കറിയാം വെലോസിറ്റി ദിസ് നാരോ എൻഡ് ഷുഡ് ബി ഹയർ. പിന്നെന്താ പറയുന്നത്, ഇഫ് ദ പ്രഷർ അറ്റ് ദിസ് എൻഡ്, ഈ ഹൊറിസോണ്ടൽ എൻഡിൻ്റെ ഈ ഒരു എൻഡിലെ പ്രഷർ that it be P1 is equal to 200 kilopascal ആണ് ഈ എൻഡിലുള്ള പ്രഷർ. സോ വാട്ട് ഇസ് ദ പ്രഷർ അറ്റ് ദിസ് എൻഡ്? ദാറ്റ് ഇസ് P2. ഈ എൻഡിൽ നാരോ എൻഡിലുള്ള പ്രഷർ എത്രയാണെന്ന് ചോദിക്കുന്നത്. ഈ നാരോ എൻഡിലെ പ്രഷർ നമുക്കറിയാം ഇറ്റ് ഹാസ് ടു ബി ലോവർ അക്കോർഡിംഗ് ടു ബെർണോളിസ് പ്രിൻസിപ്പിൾ. ഇതാണ് നമ്മുടെ സിസ്റ്റം. സോ വി വാണ്ട് ടു ഫൈൻഡ് ഔട്ട് വാട്ട് ഇസ് ദ വെലോസിറ്റി അറ്റ് ദിസ് നാരോ എൻഡ് ആൻഡ് വാട്ട് ഇസ് ദ പ്രഷർ അറ്റ് ദിസ് നാരോ എൻഡ്. ഈ രണ്ട് ക്വാണ്ടിറ്റീസാണ് കണ്ടുപിടിക്കേണ്ടത്. സോ ഇതിൽ ഈ ചോദ്യത്തിന് രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യും. ദാറ്റ് സ്പീഡ് ആൻഡ് പ്രഷർ രണ്ടും സെപ്പറേറ്റ് കണ്ടുപിടിക്കണം. അതാണ് തന്നെ സ്പീഡ് അല്ലെ വെലോസിറ്റീനെ കണ്ടുപിടിക്കാൻ വേണ്ടി വി ഷുഡ് യൂസ് ദ ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി. സോ വിൽ ബി യൂസ് ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഫസ്റ്റ്
section of problem solve ചെയ്യാൻ പോകുന്നത്. So if velocity is v1 and if a1 is the area of cross section as descent and if a2 is the area of cross section as at this narrow end എന്ന് പറഞ്ഞാൽ if a1 and a2 are area of cross section at two ends, we have a1 v1 is equal to a2 v2 എന്ന്. ഈ ഇക്വേഷൻ ഓഫ് ഫംഗ്ഷൻ നമുക്കറിയാം. സോ ഇവിടെ a1 എന്ന് പറയുന്നത് എത്ര ഇസ് ഗോയിങ് ടു ബി സർക്കുലർ ക്രോസ് സെക്ഷൻ ദാറ്റ് ഇസ് ഗോയിങ് ടു ബി പൈ r1 സ്ക്വയർ ഇൻറ്റു v1 ദാറ്റ് ഷുഡ് ബി ഈക്വൽ ടു a2 എന്ന് പറയുന്നത് ദാറ്റ് ഇസ് പൈ r2 സ്ക്വയർ r2 ആണ് അതിനുള്ള റേഡിയസ്. ഇവിടെ നമുക്ക് എഴുതാം or we can have r1 and r2 are radius so we have v2. So what we have is നമുക്ക് v2 ആണ് കണ്ടുപിടിക്കുക. So v2 is going to be equal to pi r1 square into v1 divided by pi r2 square എന്ന് കിട്ടും. ഇവിടെ നമുക്കറിയാം pi common, so we can cancel. So it's going to be v1 into r1 square divided by r2 square എന്ന് കിട്ടും. Here we have r2 is equal to r1 divided by 2 ആണ് നമുക്കറിയാം. So we can substitute that in the equation. So v2 is going to be equal to v1 into r1 square divided by r1 by 2 whole square എന്ന് എഴുതാം. So that is v1 r1 square divided by r1 square divided by 4 എന്ന് വരും അല്ലേ. r1 cancel ചെയ്താൽ left it is 4 times v1. So v2 is equal to 4 times v1. v1 3 meter per second ആണ്. So we'll have 4 into 3 that is equal to 12 meter per second. So നമുക്ക് ഈ വെലോസിറ്റി കിട്ടി. ഈ എൻഡിലുള്ള വെലോസിറ്റി that is v2 is equal to 12 meter per second എന്ന് കിട്ടി. ഇനി നമ്മൾ രണ്ടാമത്തെ പാർട്ട് കണ്ടുപിടിക്കണം. that is pressure. we want to find out the pressure at this narrow end. അത് നമ്മൾ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് we have to use Bernoulli's principle. So Bernoulli's equation for horizontal pipe. ഈ ഹൊറിസോണ്ടൽ പൈപ്പിൻ്റെ കേസിൽ ബെർണോളിസ് ഇക്വേഷൻ എന്താണെന്ന് നമുക്ക് നോക്കാം. സോ ഹൊറിസോണ്ടൽ പൈപ്പ് ആകുമ്പോൾ ഈ പൈപ്പിൻ്റെ ഹൈറ്റ് എല്ലാ പോയിന്റിലും കോൺസ്റ്റൻ്റ് ആണ്. സോ വട്ട് വി ഹാവ് ലെഫ്റ്റ് വിത്ത് ദിസ് Bernoulli's equation is P1 divided by D plus V1 square by 2 is equal to P2 divided by D plus V2 square divided by 2. ഇതാണ് Bernoulli's equation in the case of horizontal pipe. ഇതിൽ പൊട്ടൻഷ്യൽ എനർജി ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി രണ്ട് സൈഡിലും ഈക്വൽ ആയതുകൊണ്ട് സോ വി ആർ ലെഫ്റ്റ് വിത്ത് ഓൺലി 2 ടേംസ് ഇൻ ബോത്ത് സൈഡ്സ്. അങ്ങനെ ഇവിടെ ഡി എന്ന് പറയുന്നത് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ദ ഡെൻസിറ്റി വേർ D is the density of water. The പ്രശ്നം ശ്രദ്ധിക്കണം, ഡി എന്ന് പറഞ്ഞാൽ ഡയമീറ്റർ അല്ല, ഡെൻസിറ്റി ഓഫ് വാട്ടർ. ആൻഡ് ഡി ഈസ് ഈക്വൽ ടു എത്ര ഡി വരുമോ ഇൻ SI യൂണിറ്റിൽ എടുത്തു കഴിഞ്ഞാൽ ഡി ഈസ് 1000 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബാണ് ഡെൻസിറ്റി ഓഫ് വാട്ടർ. സോ നമുക്കിവിടെ എന്തെല്ലാം പ്രഷർ അറിയാം, ഡെൻസിറ്റി ഓഫ് വാട്ടർ അറിയാം, വെലോസിറ്റി വൺ എൻഡ് അറിയാം, വെലോസിറ്റി ഓഫ് ദ സെക്കൻഡ് എൻഡ് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. സോ വി വാണ്ട് ടു ഫൈൻഡ് ഔട്ട് what we need to find out is the pressure at the end, at this second end. We can rewrite the equation. So what we'll do is that we'll rewrite the equation. So ബാക്കിയുള്ള ടേംസിന് ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ കൊണ്ടുപോകാം. So what we are left with is P2 divided by D is equal to P1 divided by D plus V1 square by 2 minus V2 square by 2 എന്ന് എഴുതാം. ഇനി നമുക്ക് we can rewrite the equation. P2 is equal to D into P1 divided by D plus V1 square by 2 minus V2 square by 2. സോ ഇനി നമ്മൾ ഈ വാല്യൂസ് ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് പ്രഷർ P2 കിട്ടും. So we can simply substitute the values. So D is 1000, P1 is 200 kilopascal. So P1 എന്ന് പറയുന്നത് 200 kilopascal ആണ്. So we can write 200 kilopascal. So kilopascal എന്ന് പറഞ്ഞാൽ we know that should multiply with 1000 to make it into a SI unit. So
200 into 1000 divided by വെള്ളത്തിൻ്റെ ഡെൻസിറ്റി, that is 1000 plus v1 square. v1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ is going to be 3 meter per second ആണ്. So 3 square divided by 2 minus v2 is 12. So 12 square divided by 2 എന്ന് എഴുതാം. സോ ഇത് നമുക്ക് ഈ ക്വാണ്ടിറ്റി നമുക്ക് കാൽക്കുലേറ്റർ മറ്റു വെച്ചിട്ട് ഇവാലുവേറ്റ് ചെയ്യാം. സോ വാട്ട് യു വിൽ ഫൈൻഡ് ഇസ് ദാറ്റ് പ്രഷർ P2 is going to be equal to the pressure P2 is going to be equal to 1000 times 132.502, that many Pascal, or you can write it as 132.5 kilo Pascal. That is pressure P2. So നമുക്ക് കാണാം നാരോ എൻഡിൽ പ്രഷർ 132 കിലോ പാസ്കലിലേക്ക് കുറഞ്ഞു, വൈഡ് എൻഡിൽ ഇറ്റ് വാസ് 200 കിലോ പാസ്കൽ. When we narrow down the tube, then we got the pressure to be lowered. So this is your solution. Problem number 4. A conical pipe has diameter 10 cm and 6 cm at the ends. If 6.2628 liters of water flows through the pipe in 1 second, find out the velocities of the flow at 2 ends. അതായത് നമ്മളെ ഒരു കോണിക്കൽ പൈപ്പ് ഉണ്ട്. എന്നാൽ കോണിക്കൽ പൈപ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് പൈപ്പ് ഹാസ് വാരിങ് ഡയമീറ്റർ. സോ ഇതാണ് കോണിക്കൽ പൈപ്പ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഈ കോൺ ഷേപ്പിലുള്ളത് കോണിക്കൽ പൈപ്പ് എന്നുള്ളത്. സോ ഇറ്റ് ഹാസ് ഗോട്ട് ഡയമീറ്റേഴ്സ് 10 സെൻറ്റിമീറ്റർ ആൻഡ് 6 സെൻറ്റിമീറ്റർ ടു എൻഡ്. ഒരു എൻഡിൽ 10 സെൻറ്റിമീറ്ററും മറ്റേ 6 സെൻറ്റിമീറ്റർ അതിൻ്റെ ഡയമീറ്റർ. ഓർ ഇൻ അതർ വേർഡ്സ് ദ റേഡിയസ് one end is going to be 5 centimeter and at the other end the radius is going to be 3 centimeter. Radius എന്ന് പറഞ്ഞാൽ ഡയമീറ്ററിൻ്റെ ഹാഫ് ആയിരിക്കും. സോ we are given this condition and the flow rate of water, ഇതിലൂടെ വെള്ളം ഫ്ലോ ചെയ്ത് പുറത്തോട്ട് വരുന്നതിൻ്റെ അളവെന്ന് പറഞ്ഞാൽ that is 6.28 liters of water through the pipe in 1 second. ഇതിലൂടെ പുറത്ത് വരുന്ന വെള്ളത്തിൻ്റെ എമൗണ്ട് എന്ന് പറഞ്ഞാൽ the volume rate of flow of water is V dash നേതാം. So that is equal to 6.28 liters per second ആണ് ഒഴുകുന്നത്. സോ 6.28 ലിറ്റർ ആണ് ഫ്ലോ റേറ്റ് പറയുന്നത്. സോ ഫൈൻഡ് ഔട്ട് ദ വെലോസിറ്റീസ് ഓഫ് ദ ഫ്ലോ അറ്റ് 2 ends. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഈ എൻഡിലുള്ള വെലോസിറ്റി V1ഉം ഈ എൻഡിലുള്ള വെലോസിറ്റി V2 എന്നെടുക്കാം. അതിൻ്റെ വെലോസിറ്റീസാണ് കണ്ടുപിടിക്കേണ്ടത്. നമ്മളതിൽ ഫ്ലോ റേറ്റ് ഉണ്ട്, റേഡിയസ് ഉണ്ട്, 2 എൻഡിൽ റേഡിയസ് ഉണ്ട്. അപ്പോൾ നമുക്ക് വെലോസിറ്റി എങ്ങനെ കണ്ടുപിടിക്കാം? സോ വി നോ ദാറ്റ് ദ ഫ്ലോ റേറ്റ് ഓഫ് വാട്ടർ V dash എന്ന് എഴുതാം. ഫ്ലോ റേറ്റ് ഈസ് ഈക്വൽ ടു ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി പറയുന്നത് എന്താ? ഇറ്റ്സ് A1 V1. That should be also equal to A2 V2. It's an incompressible liquid ആയത് കാരണം should have the flow rate of this liquid through this tube should be constant and it is equal to 6.28 liter per second. So നമുക്ക് വളരെ സിമ്പിളായിട്ട് കണ്ടുപിടിക്കാം. So that is flow rate നമുക്ക് തന്നിട്ടുണ്ട്. Flow rate is what? A1 V1, area of cross section into velocity. ഈ area of cross section into അതിൻ്റെ velocity, ഈ area of cross section into അതിൻ്റെ velocity. That should be same also. So what we'll need to find out is velocities at 2 ends. So velocity at end 1 should be equal to the volume flow rate V dash divided by A1 either. That is going to be the velocity at the end 1. The velocity of end 2 V2 is equal to the flow rate V dash divided by A2. So if you substitute for A1 and A2 and for V dash at 6.28 liter per second, then we should be able to find out the velocity. ഇനി നമ്മൾ ഈ വെലോസിറ്റി കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്ക് എല്ലാം ഒരേ യൂണിറ്റ്സിലോട്ട് കൺവേർട്ട് ചെയ്യാം. സോ ഇഫ് യു വാണ്ട് ടു സോൾവ് ദിസ് പ്രോബ്ലം യു ഹാവ് ടു കൺവേർട്ട് എവറിത്തിങ് ഇൻ ടു ദ സെയിം യൂണിറ്റ്. എല്ലാ ക്വാണ്ടിറ്റി സെയിം യൂണിറ്റിലോട്ട് കൺവേർട്ട് ചെയ്യാം. സോ ഇവിടെ നമുക്ക് വിൽ കൺവേർട്ട് ലിറ്റർ പെർ
6.28 liters. So if you convert liter into centimeter, എല്ലാം ഒരേ യൂണിറ്റിൽ കൺവേർട്ട് ചെയ്യാൻ സെൻറ്റിമീറ്ററിലോട്ട് കൺവേർട്ട് ചെയ്യുകയാണെങ്കിൽ 6.28 ലിറ്റർ ഇറ്റ് ക്യാൻ ബി കൺവേർട്ടഡ് ടു സെൻറ്റിമീറ്റേഴ്സ് 6.28 ഇൻറ്റു 10⁻³ സെൻറ്റിമീറ്റർ ക്യൂബ് പെർ സെക്കൻഡ് എന്ന് എഴുതാം. So that is 1 liter is equal to 1000 സെൻറ്റിമീറ്റർ ക്യൂബാണ്. നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കൺവേർഷനാണ്. So you can convert that into centimeter cube per second. ഇങ്ങനെ നമുക്കുള്ളത് ബാക്കിയെല്ലാം സെൻറ്റിമീറ്ററിലുള്ളത് എല്ലാം ഒരു യൂണിറ്റ് CGS യൂണിറ്റിലോട്ട് കൺവേർട്ട് ചെയ്യാം ഈ ഒരു കേസിൽ. സോ വാട്ട് യു മീൻ ബൈ, സോ ലെറ്റ് us first calculate velocity v1, that is equal to flow rate, that is 6.28 into 10⁻³ divided by what is a1. a1 is area of this cross section അല്ലേ, this a1 എന്ന് പറഞ്ഞാൽ ഇവിടെ സർക്കുലർ ഇതാണ്. സോ that should be pi r1 square. So what is r1? r1 is diameter 10 ആണെങ്കിൽ r1 is going to be 5. നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. We can substitute 6.28 into 10⁻³ divided by 3.14 into, so r1 എന്ന് പറഞ്ഞാൽ 5, so 5 square. So this is then it is 2 into 10⁻³ divided by 5 square എന്ന് പറഞ്ഞാൽ 25. So what you will end up is 2000 divided by 25. That's going to be equal to 80 meter per second. What about velocity v2? Again we can substitute for v prime as 6.28 into 10⁻³ centimeter cube per second divided by a2 എത്ര വരിക? that's going to be pi r2 square, seconds and radius square. So that is going to be 6.28 into 10⁻³ divided by pi എന്ന് പറഞ്ഞാൽ 3.14 into r square എന്ന് പറഞ്ഞാൽ that is 6 divided by 2, that is 3 square. So you can cancel this 1 is 2, so 2000 divided by 9 എന്ന് കിട്ടും, which is going to be equal to 222.2 meter per second. and arrow endle velocity കൂടുതലാണ്, that is 222 meter per second. At the wider end velocity is 80 meter per second. So this problem is kind of solved. So problem number 5, water is flowing through a conical pipe whose end radii are 10 cm and 4 cm. The pipe is held horizontal and it is seen that the pressure difference across the ends is 10 Newton per meter square. Determine the velocities of water flow at the ends. Density of water is 100,000 kg per meter square. ഇവിടെ എന്താ പറയുന്നത്, വെള്ളം ഒരു ഹൊറിസോണ്ടൽ ആയിട്ടുള്ള പൈപ്പിലൂടെ ഒഴുകുന്നു. പക്ഷേ ആ ഹൊറിസോണ്ടൽ പൈപ്പിൻ്റെ ഇത് പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ കോണിക്കൽ പൈപ്പ്. അഗെയിൻ വി ആർ ഹാവിങ് എ കോണിക്കൽ പൈപ്പ്. ഈ എൻഡിലുള്ള റേഡിയസ് എന്ന് പറഞ്ഞാൽ r1 is equal to 10 cm ആണ്. ആൻഡ് ഈ എൻഡിലുള്ള റേഡിയസ് എന്ന് പറഞ്ഞാൽ r2 is equal to 4 cm ആണ്. പൈപ്പ് ഹൊറിസോണ്ടലായിട്ട് വെച്ചിട്ടുണ്ട്. സോ that is one important thing it is mentioned, and it is seen that the pressure difference across the ends is 10 Newton per meter square. So pressure difference across these two ends, ഈ എൻഡിൽ പ്രഷർ P1 ഈ എൻഡിൽ പ്രഷർ P2 എന്നിരിക്കട്ടെ. then P2 minus P1 is equal to 10. In other words, P1 minus P2 is equal to 10 Newton per meter square എന്ന് തന്നിട്ടുണ്ട്. So let P1 and P2 be the pressures and V1 and V2 be the velocities at the two ends respectively എന്ന് എഴുതാം. സോ ഇവിടെയുള്ള വെലോസിറ്റി v1 ഇവിടെ ഉണ്ടാകുന്ന വെലോസിറ്റി v2 എന്നിരിക്കട്ടെ. അതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ട വെലോസിറ്റീസ്. ആൻഡ് p1 മൈനസ് p2 ഈസ് ഗിവൺ as 10 Newton per meter square. ഇത്രയും തന്നിട്ടുണ്ട്. നമ്മളതിൽ വേറെ തന്നിട്ടുള്ളത്
the radius r1 is equal to 10 centimeter എന്ന് തന്നിട്ടുണ്ട് ആൻഡ് radius r2 is equal to 4 centimeter എന്ന് തന്നിട്ടുണ്ട്. സോ യു വോണ്ട് ടു ഫൈൻഡ് ഔട്ട് ദ വെലോസിറ്റി. സോ ഇതിൽ നമ്മൾ രണ്ട് സ്റ്റെപ്പിലാണ് ഈ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യേണ്ടത്. സോ ഫസ്റ്റ് സ്റ്റെപ്പിൽ നമുക്കറിയാം we want to find out a relation between v1 and v2. So we'll apply from equation of continuity എന്തുള്ള a1 v1 is equal to a2 v2 എന്നറിയാം. ഇത് നമുക്ക് അറിയുന്നതാണ്. സോ ദിസ് v1 v2 ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ട രണ്ട് ക്വാണ്ടിറ്റീസ്. a1 a2 നമുക്ക് ഓൾറെഡി അറിയാം, കാരണം റേഡിയസ് അറിയാം. വാട്ട് ഈസ് a1? a1 is equal to pi r1 square ആണ്. as well as what is a2? It's going to be pi r2 square. So if you write down v1, you can write a1 v1 is equal to a2 v2, or v1 is equal to a2 divided by a1 into v എന്ന് എഴുതാം അല്ലേ. സോ ഇതിൽ a2 എത്രയാണ്? ദാറ്റ് ഇസ് ഗോയിങ് ടു ബി pi r2 square divided by pi r1 square into v2. ഇതിൽ പൈയും പൈയും ക്യാൻസൽ ചെയ്യാം. v2. So that should be equal to കേട്ടോ. r2 എത്രയാണെന്നുള്ള r2 is 4 അല്ലേ. 4 square. What about r1? That is 10 square into v2 എന്ന് എഴുതാം. So r2 is equal to 16 divided by 100 v2, or this is equal to 0.16 v2 എന്ന് എഴുതാം. So this is going to be our first relation. കിട്ടിയ so what we got is v1 is equal to 0.16 v2 എന്ന് കിട്ടി. So this is 1. ഇനി നമ്മൾ വെലോസിറ്റി അറ്റ് വൺ എൻഡ് ആൻഡ് വെലോസിറ്റി സെക്കൻഡ് എൻഡ് രണ്ടും കിട്ടിയിട്ടുണ്ട്. നമ്മൾ എന്ത് ചെയ്യാം? ഇനി അടുത്തത് നമ്മൾ പ്രഷർ വെലോസിറ്റിയും റിലേറ്റ് ചെയ്യുന്ന ബെർണൗളിസ് ഇക്വേഷൻ അല്ലെ ബെർണൗളിസ് പ്രിൻസിപ്പിൾ വെച്ചിട്ടാണ് ഇനി പ്രഷർ ഡിഫറൻസ് കാണാൻ പറ്റുമോ. സോ വാട്ട് വി ഹാവ് ഈസ് applying Bernoulli's principle, applying Bernoulli's principle case of horizontal pipe in the Bernoulli's equation എഴുതാം. So what is that? P1 divided by D plus v1 square by 2 is equal to p2 divided by d plus v2 square divided by 2. Now d is the density, where d is the density of water. d is the density of water. നമുക്ക് എന്തറിയാം? density of water നമുക്ക് തന്നിട്ടുണ്ട്. d is equal to 1000 kilogram per meter cube എന്ന് തന്നിട്ടുണ്ട്. നമുക്കിത് ഈ ഇക്വേഷൻ ഒന്ന് റീഅറേഞ്ച് ചെയ്യാം. സോ വാട്ട് വി ഹാവ് ഇസ് p1 divided by d minus p2 divided by d equal to v2 square by 2 minus v1 square by 2. സോ ഈ ഇക്വേഷൻ ഒന്ന് റീറൈറ്റ് ചെയ്താൽ p1 d into 1 by d into p1 minus p2 എന്ന് എഴുതാം. സോ ദാറ്റ് ഷുഡ് ബി ഈക്വൽ ടു v1 square half into v2 square minus v1 square അല്ലേ. സോ 1 by 2 കോമൺ ആണ്. സോ p1 minus p2 എങ്ങനെ എഴുതാം? ദാറ്റ് ഷുഡ് ബി ഈക്വൽ ടു d divided by 2 into v2 square minus v1 square കിട്ടും. പക്ഷേ നമുക്കറിയാം v1 is equal to 0.16 v2 ആണ്. നമ്മളിവിടെ ഓൾറെഡി കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. This is the relation. We can substitute the value of v1 in terms of v2, and that we have d2 v2 square minus 0.16 v2 whole square എന്ന് എഴുതാൻ പറ്റുമല്ലേ.
we substitute that. So we can rewrite this equation. So ഇതിൽ v2 square minus if you square 0.16, then it will be 0.0256 v2 square into 2. So p1 minus p2 is equal to d by 2 into v square is common one, so we can do v2 square, we can take it as common, 1 minus 0.0256. നമുക്ക് p2 minus p1 minus p2 നമുക്ക് തന്നിട്ടുണ്ട്. So we already know the value of p1 minus p2. Or we can rewrite v2 square is equal to 2 times p1 minus p2 by d into 1 by 1 minus 0.0256 ചെയ്താൽ we will be getting 0.9744. and p1 minus p2 എത്രയാണ് നമുക്ക് തന്നിട്ടുണ്ട്. pressure difference is going to be 10 Newton per 2 into 10 Newton per meter square on, and density is 1000 kilogram per meter cube. So these are all in SI unit. The SI unit and this is just a ratio, so we can simply write it as 1 by 0.9744. So if we evaluate this value, then calculator you should get this value around 0.0205. So if you evaluate, so v2 is going to be square root of 0.0205, that is roughly equal to 0.143 meter per second. So these are all in SI units, so that's 0.143 meter per second. So v1 is equal to നമുക്കറിയാം, that is 0.16 of v2, that is equal to 0.16 times 0.143, it's going to be equal to 0.23 meter per second. So you got the velocity at both ends, രണ്ട് എൻഡിലുള്ള velocity v1 v2 നമ്മളിവിടെ കണ്ടുപിടിച്ചു കഴിഞ്ഞു. So this problem you have to do it in 2 steps. So ആദ്യത്തെ കേസിൽ ഇക്വേഷൻ കണ്ടിന്യൂ വെച്ചിട്ട് നമ്മളൊരു വെലോസിറ്റി രണ്ടാമത്തെ വെലോസിറ്റി ആയിട്ട് എന്താണ് റിലേഷൻ എന്ന് കണ്ടുപിടിച്ചു. അതിനുശേഷം നമ്മൾ ബെർണോളിസ് പ്രിൻസിപ്പിൾ ഉപയോഗിച്ചിട്ട് നമ്മൾ ഫോർ എ ഹൊറിസോണ്ടൽ ട്യൂബ് then we apply Bernoulli's principle where we derive the expression for one velocity. ഒരു വെലോസിറ്റി കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് രണ്ടാമത്തെ വെലോസിറ്റീൻ്റെ റിലേഷൻ പ്രകാരം we can simply find out the second velocity.